ഈ യാത്രയുടെ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ KSRTC ബസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഈ യാത്ര ആലപ്പുഴയിലേക്കാണ്. നല്ല പ്രസന്ന കാലാവസ്ഥയുള്ളപ്പോൾ പോകാമെന്നാണ് വെച്ചത്. പക്ഷേ സമയവും കാലവും ഒത്തുവന്നത് ഇന്നാണ്. നല്ല കോരിച്ചൊരിയുന്ന മഴയുള്ളൊരു ദിവസം. നല്ല രീതിയിൽ ചുറ്റിക്കറങ്ങാൻ പറ്റുമോ അതോ യാത്ര വഴിയിൽ വെച്ച് തിരിച്ചു വരണോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ ഉറപ്പുമില്ല. എന്തും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൻവേയിലാണ്. കുട്ടനാടിനെ ജലപ്രളയത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പണികഴിപ്പിച്ച ഒരു നിർമ്മിതിയാണ് തോട്ടപ്പള്ളി സ്പിൻവേ. ഇടയ്ക്ക് മഴ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട്, കൂടാതെ ഇടിയും വെട്ടുന്നുണ്ട്. ഇനി എങ്ങനെ അവിടെ ചെന്ന് ചുറ്റിക്കറങ്ങും? ആകെ കൺഫ്യൂഷനായി. എന്തായാലും ഞങ്ങൾ ആലപ്പുഴയുടെ ഹൃദയഭാഗത്തെത്തി. ഇനി ആ മുകളിലത്തെ പാലത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബോട്ടിൻ്റെ പടമെടുക്കണം. ഇതാണ് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ. നിങ്ങൾ വെനീസ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ യൂട്യൂബിൽ കയറി വെനീസിൻ്റെ വീഡിയോ ചെയ്ത പല വ്ളോഗർമാരും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ആദ്യം കാണുക. അപ്പോൾ അതും ഇതും തമ്മിൽ വളരെ വ്യത്യാസമൊന്നുമില്ല എന്ന് തോന്നും. ഈ കാണുന്നതൊക്കെ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസുകളാണ്. ഇതിൽ കയറുന്നതിന് ഏതാണ്ട് KSRTC ബസ്സിൻ്റെ ടിക്കറ്റേ ഉള്ളൂ. പക്ഷേ കൂടാതെ കുറേ ഹൗസ് ബോട്ടുകളുണ്ട്. അതിൽ കയറുന്നതിന് റേറ്റ് കൂടുതലായിരിക്കും. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഏതാണ്ട് 4 പേർക്ക് 1000 രൂപ അങ്ങനെയുള്ള റേഞ്ചാണ് പറഞ്ഞത്. നമ്മൾ ആ റേറ്റിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം കയറിയത് സാധാ യാത്രാ ബോട്ടിലാണ്. അകലെ കാണുന്ന ആ A47 എന്നെഴുതിയിരിക്കുന്ന യാത്രാ ബോട്ടിലാണ് നമ്മൾ കയറുന്നത്. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ബോട്ടാണ്. എന്തായാലും വണ്ടി വിടുന്നതിന് മുമ്പ് അതിൽ കയറിപ്പറ്റാൻ പറ്റി. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. കുറേ നാളായി ഞാൻ ബോട്ടിൽ കയറിയിട്ട്. അടുത്തൊരു ഉല്ലാസ ബോട്ട് കിടപ്പുണ്ട്, കണ്ടില്ലേ? മഴയും കോളുമെല്ലാം അവസാനിച്ചു. കാലാവസ്ഥ നല്ല പ്രസന്നമായി നിന്നു. എന്തായാലും ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. കയറി ടിക്കറ്റും എടുത്തു, കുറച്ച് സെൽഫി ഫോട്ടോകളൊക്കെ എടുത്തു. യാത്ര തുടർന്നു. ആലപ്പുഴയുടെ മനോഹാരിത നല്ല രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ ഈ ബോട്ട് യാത്ര ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് നെടുമുടിയിലേക്കാണ്. ചുമ്മാ അവിടം വരെ പോയി അടുത്ത ബോട്ടിൽ കയറി തിരിച്ചു വരിക, ഇത് മാത്രമേ ഉള്ളൂ പ്ലാൻ. ഈ അടുത്തുകൂടെ ബോട്ടുകൾ വളരെ ക്ലോസ് ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഓളം വെട്ടലിൽ നമ്മളെ ബോട്ടും കുലുങ്ങും. പക്ഷേ ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമായ സംഭവങ്ങളാണ്, ഒന്നും പേടിക്കാനില്ല. ഈ പാത ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് നാഷണൽ ഹൈവേ ആണ്. അതുകൊണ്ടാണ് കൂടുതൽ വാഹനം പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ? 4 സൈഡിലും ബോട്ടുകളുണ്ട്. പിന്നെ എങ്ങനെ നാഷണൽ ഹൈവേ ആവാതിരിക്കും? ട്രാഫിക് ബ്ലോക്കും ഉണ്ടോ? ഇത്രയും ട്രാഫിക് ബ്ലോക്ക് റോട്ടിൽ പോലും കണ്ടിട്ടില്ല. ഞങ്ങളിവിടെ ഇരിക്കുന്നത് 30 രൂപയ്ക്കാണ്. അപ്പുറത്തെ ബോട്ടിൽ പോകുന്നത് 30,000 രൂപയ്ക്കാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളൊരു ആലപ്പുഴക്കാരനല്ലെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളെയും കണക്ട് ചെയ്തിരിക്കുന്നത് കായൽ വഴിയാണ്. കായലില്ലാതെ ഒരു ആലപ്പുഴയുടെ ചിത്രം പൂർണ്ണമാവില്ല. ആലപ്പുഴ മുഖ്യ പ്രദേശമായ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സിനിമയാണ് സൗണ്ട് തോമ. ആ സൗണ്ട് തോമ ചിത്രീകരിച്ച ഒരു പാലവും കാണാൻ പറ്റി. അത് ഈ വീഡിയോയിലില്ല, ഞങ്ങൾ കണ്ടു. വളരെ ബ്യൂട്ടിഫുള്ളായ, വളരെ ഭംഗിയുള്ള ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങളിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും വെള്ളമുണ്ടെങ്കിലും അവർക്ക് കുടിക്കാൻ വെള്ളമില്ല എന്നാണ് പറയുന്നത്. അതായത് ശുദ്ധജലത്തിന് ഒരു ദൗർലഭ്യമുണ്ട് ഇവിടെ. കൂടാതെ മഴ പെയ്യുമ്പോൾ കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യും. ഇതെല്ലാം ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ഇതൊരു നല്ല കാഴ്ചയാണെങ്കിലും മഴ പെയ്യുമ്പോൾ ആ ജില്ലക്കാർക്ക് വിഷമത്തിൻ്റെ കാലഘട്ടം. കഥയിലും നോവലിലും ഒക്കെ പറയുന്ന കണക്ക് മഴ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യൽ ഞങ്ങളെ ഒന്ന് ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് ബോട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. ആ മുന്നിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് ശക്തമായിട്ടാണ് മഴ പെയ്യുന്നതെന്ന്. വേറൊരു കാര്യം, കായൽ വിഭവങ്ങൾ കിട്ടുന്ന ധാരാളം കടകൾ ഈ പ്രദേശത്തുണ്ട്. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്താൽ നന്നായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ എനിക്കൊരു പ്രചോദനം കൂടിയാവും. കൊല്ലത്ത് നിന്ന് ബസ്സിൽ കയറി ഇവിടെ വന്ന് ബോട്ട് സവാരിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് അവസാന കണക്ക് പരിശോധിച്ചപ്പോൾ കേവലം 450 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നിങ്ങൾ ബസ്സിൽ വരുന്നതിന് പകരം ട്രെയിനിൽ വന്നാൽ അതിലും രൂപ കുറയും. യാത്ര അവസാനിപ്പിച്ച് ബോട്ട് ജെട്ടിയിൽ വന്നിരുന്നപ്പോൾ നല്ല മഴ പെയ്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബോട്ടിൻ്റെ കണക്കും എടുത്ത് ഞങ്ങൾ അവിടെ ഇരുന്നു. പുതിയൊരു ലൊക്കേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.